വചനോപാസന ഉപാസന വചനോപാസന പ്രത്യാശയേകും വചനം രക്ഷയേകും വചനം സത്യമായ വചനം ജീവനേകും വചനം പ്രത്യാശയേകും വചനം രക്ഷയേകും വചനം സത്യമായ വചനം ജീവനേകും വചനം ഉപാസന വചനോപാസന ഉപാസന വചനോപാസന. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരെ പറ്റിയുള്ള പഠനത്തിന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിലെ ക്ലേശങ്ങളും വൈതരണികളും സങ്കടകരമായ അനുഭവങ്ങളിലും വന്നുപെടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ഈ ചോദ്യത്തിന്, ദൈവപരിപാലനയുടെ അർത്ഥം എന്താണ് എന്ന ചോദ്യത്തിന് വിലാപങ്ങളുടെ പുസ്തകം നമുക്ക് തരുന്ന ഉത്തരമാണ് 2 ക്ലാസ്സുകളുടെ പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ദുഃഖങ്ങളും ദുരിതങ്ങളും സംഭവിക്കാൻ അനുവദിക്കുന്നത്? ദുഃഖദുരിതങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? തന്നെയുമല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അന്തിമമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വക ചോദ്യങ്ങൾക്ക് വിലാപങ്ങളുടെ പുസ്തകം ഒരു നിദർശനമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. ആസ് എ പാരഡൈം. പഴയ നിയമം ഈ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരം വിലാപങ്ങളുടെ ഗ്രന്ഥത്തിൽ കാണാം. വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുമ്പ് വിലാപങ്ങളുടെ പുസ്തകത്തെപ്പറ്റി, അത് എഴുതിയ ആളെപ്പറ്റി, അതിൻ്റെ ഘടനയെപ്പറ്റി, അതിൻ്റെ സവിശേഷതകളെപ്പറ്റി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. അടുത്ത കാലം വരെ വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് ജെറമ്യാ പ്രവാചകനാണ് എന്നൊരു ചിന്തയാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നത്. അതിന് കാരണമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം എഴുതപ്പെട്ടത് BC 587 ബാബിലോൺകാർ വന്ന് ജെറൂസലം ദേവാലയത്തെ അഗ്നിക്കിരയാക്കുകയും പട്ടണം ചുട്ടു നശിപ്പിക്കുകയും ചെയ്ത ആ സാഹചര്യത്തിൽ ഈ നാശകൂമ്പാരങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് അതിന് സാക്ഷിയായിത്തീർന്ന ഒരു വ്യക്തി രചിച്ചതാണ് വിലാപങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയും. സാഹചര്യ തെളിവ് വെച്ച് ബാബിലോൺകാർ ജെറൂസലം ദേവാലയം അഗ്നിക്കിരയാക്കിയ ആ സാഹചര്യത്തിൽ അന്ന് ജെറൂസലത്ത് താമസിച്ചിരുന്നത് ജെറമ്യാ പ്രവാചകനാണ്. തന്നെയുമല്ല, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ജെറമ്യായുടെ വികാര
തരളരമായ രീതിയിൽ സംസാരിക്കാനുള്ള സ്വഭാവത്തെപ്പറ്റിയും കഴിവിനെപ്പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദനകളിൽ ആത്മാർത്ഥമായി പങ്കുചേരാനുള്ള ജെറമ്യാ പ്രവാചകൻ്റെ കഴിവ്, അതാണ് 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറമ്യാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തരളിത ഹൃദയനാണ് അദ്ദേഹം. തന്നെയുമല്ല, ജെറമ്യാ പ്രവാചകൻ ജനത്തിനു വേണ്ടി ഇതുപോലെ കരഞ്ഞ ഒരു സംഭവം നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിന് ശേഷം വന്ന ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 ദിനവൃത്താന്തങ്ങൾ 35-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ജോസിയ പ്രവാചകനെ പറ്റി ജെറമ്യാ വിലാപകാവ്യം രചിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. യൂദായുടെ ചരിത്രത്തിൽ സത്യദൈവത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ജോസിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതേപ്പറ്റി ദുഃഖിച്ചുകൊണ്ട് ജെറമ്യാ വിലാപഗാനം എഴുതി യൂദായിലെ ജനങ്ങൾ അത് ആവർത്തിച്ച് പാടി എന്ന് 2 ദിനവൃത്താന്തം 35-ാമത്തെ അധ്യായം 25-ാമത്തെ വാചകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജെറമ്യായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപഗാനം രചിച്ചു. ജോസിയായെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീപുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട്. ഇസ്രായേലിൽ ഇതൊരു പതിവായി വിലാപഗീതങ്ങളിൽ ഈ ഗാനവും ചേർത്തിരിക്കുന്നു. അങ്ങനെ ഈ 2 സൂചനകളനുസരിച്ചാണ്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സപ്തതിയിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജെറമ്യാ പ്രവാചകൻ്റെ വിലാപങ്ങൾ എന്ന് ചേർത്തിരിക്കുന്നത്. എന്നാൽ ആധുനിക കാലത്തെ ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ജെറമ്യാ രചിച്ചതല്ല ഈ ഗാനങ്ങൾ. മിക്കവാറും BC 587 കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതായിരിക്കണം 1 മുതൽ 4 വരെയുള്ള ഗീതങ്ങൾ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5 ഗീതങ്ങളാണുള്ളത്. അതിൽ 4 ദൃക്സാക്ഷിയായ ഒരു മനുഷ്യൻ ദേവാലയത്തിൻ്റെ നാശവും പട്ടണത്തിൻ്റെ തിരോധാനവുമെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി രചിച്ചതായിരിക്കാം എന്ന അഭിപ്രായമാണ്. എന്നാൽ 5-ാമത്തെ അധ്യായം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതായിട്ടും കണക്കാക്കപ്പെടുന്നു. ഏതായാലും ജെറമ്യാ പ്രവാചകൻ്റെ ഭാഷയുടെ ശൈലിയും ഭാഷയുടെ പ്രയോഗവും വെച്ച് നോക്കിക്കഴിയുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെയുള്ള ഒരു ശൈലിയോ ഭാഷാ പ്രയോഗമല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് വിലാപങ്ങളുടെ പുസ്തകം ജെറമ്യാ പ്രവാചകൻ രചിച്ചതാണെന്ന് ഏറിയ പങ്കും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നില്ല. അതെങ്ങനെയായാലും ജെറമ്യാ രചിച്ചതാണോ അല്ലയോ എന്നുള്ളത്, വിലാപങ്ങളുടെ പുസ്തകം ദുഃഖദുരിതങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ പരിപാലനയെപ്പറ്റി തരുന്ന വിശദീകരണം അത് അർത്ഥപൂർണമായി തന്നെ നിലകൊള്ളുകയാണ്. 5 അധ്യായങ്ങൾ അല്ലെങ്കിൽ 5 ഗീതങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകത്തിലുള്ളത്. ഈ 5 ഗാനങ്ങളും അല്ലെങ്കിൽ ഗീതങ്ങളും തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ മനുഷ്യജീവിതത്തിലെ 3 വികാരങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് കാണാം. മനുഷ്യ മനസ്സിൻ്റെ ക്ഷോഭം, ഒരു പരിധിവരെയും ജെറൂസലത്തിന് സംഭവിച്ച കാര്യങ്ങൾ, ദൈവജനത്തിന് സംഭവിച്ച കാര്യങ്ങൾ, അതേപ്പറ്റിയൊക്കെ ധ്യാനിക്കുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാകുന്ന ഒരനുഭവം ഇതിൻ്റെ പുറയിലുണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ട്, എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ഹീബ്രു ഭാഷയിൽ യക്കാഹ് യാഷ്ബാഹ് ബുദാദ് ഹയീർ, എങ്ങനെയാണ് ഈ പട്ടണം ഏകാഗിയായി ഏകാന്തതയിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാണ് തുടങ്ങുന്നത്. POC മലയാളം പരിഭാഷയിൽ അല്പം കൂടി വ്യത്യസ്തമായ രീതിയിലാണ് അത് ആരംഭിക്കുന്നത്. പക്ഷേ ഹീബ്രു ഭാഷയിൽ വളരെ കാവ്യാത്മകമായി മനസ്സിന് പെട്ടെന്ന് ആകർഷിക്കത്തക്ക രീതിയിൽ എക്കാഹ്, എങ്ങനെ, എന്തുകൊണ്ട്, ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. അതേസമയം മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ആ ശക്തി കുറഞ്ഞു പോയി. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ
ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ. എങ്ങനെ ഈ പട്ടണം ഏകാന്തതയിലിരിക്കുന്നു? അത്ര ശക്തമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പുറകിലുള്ള മനുഷ്യൻ്റെ വികാരം അത് മാനസിക വിക്ഷോഭം തന്നെയാണ്. ഒരു പരിധിവരെയും ദ്വേഷം അതിൻ്റെ പുറകിലുണ്ട്. അതേപ്പറ്റി നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ മാനുഷിക വികാരം ഇതിൻ്റെ പുറകിലുള്ളത് വ്യഥയാണ്, വേദനയാണ്. ദേവാലയം നശിപ്പിക്കപ്പെട്ടു, ജെറൂസലം പട്ടണം നശിപ്പിക്കപ്പെട്ടു. ഇതാ ജനതകളെല്ലാം ബാബിലോണിലേക്ക് ബന്ധികളായി കൊണ്ടുപോകുന്നു. അതേപ്പറ്റിയുള്ള ദുഃഖം ഇതിൻ്റെ പുറകിലുണ്ട്. മനസ്സിൻ്റെ ക്ഷോഭം പോലെ തന്നെ മനസ്സിൻ്റെ ദുഃഖവും ഇതിൻ്റെ പുറകിൽ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ടുള്ളത് തിക്തമായ വിഷാദ വികാരങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. വിഷാദത്തിൻ്റെതായ വികാരങ്ങൾ. ഈ വഴി കടന്നു പോകുന്നവരെ എൻ്റെ ദുഃഖം പോലെയുള്ളൊരു ദുഃഖമുണ്ടോ എന്ന് 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാചകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെയാണ് സങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഈ അനുഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഈ പുസ്തകം നമുക്ക് സൂചിപ്പിച്ചു തരികയാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ, പ്രത്യേകിച്ച് സാധാരണ ചെറിയ ദുഃഖത്തെപ്പറ്റിയല്ല പറയുന്നത്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബോധ്യങ്ങളെ ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ, അതാണ് പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബോധ്യങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ അതേപ്പറ്റിയുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയെ തൻ്റെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തു. അവരുമായിട്ട് സീനായി ഉടമ്പടി വഴിയായി നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണെന്ന് പറഞ്ഞു. തന്നെയുമല്ല, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ സോളമൻ ദേവാലയം പണി കഴിച്ച് ദൈവത്തിന് അത് പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവം തന്നെ പറയുകയുണ്ടായി, ഇത് ഞാൻ കാലാകാലം വസിക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ ഭവനമായിരിക്കും ഇത്. അപ്പോൾ ജെറൂസലം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് സോളമൻ ദേവാലയം പ്രതിഷ്ഠിച്ച അവസരത്തിൽ നമ്മൾ വായിക്കുകയാണ്, 1 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായത്തിൽ, ഒരു മേഘം വന്ന് ദേവാലയത്തിൽ നിറഞ്ഞു. പഴയ നിയമത്തിൽ മേഘമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ജെറൂസലം പട്ടണത്തെപ്പറ്റി പറയുന്നത് അത് മഹാരാജാവിൻ്റെ പട്ടണം എന്നതുപോലെ തന്നെ കർത്താവിൻ്റെ പാദപീഠമാണെന്നാണ്. അങ്ങനെ ദൈവവുമായിട്ട് അത്രമാത്രം അഭേദ്യമുള്ള ബന്ധമുള്ള ജെറൂസലം പട്ടണത്തിനും ജെറൂസലം ദേവാലയത്തിനും വന്നു ഭവിച്ച ആ ദുരവസ്ഥയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് സാധാരണ ഏതൊരു മനസ്സിലും അതിൽ ക്ഷോഭമുണ്ടാകുന്നു, അതിൽ ദുഃഖമുണ്ടാകുന്നു, അതിൽ വിഷാദത്തിൻ്റെ വികാരങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിലാണ് പഴയ നിയമം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ കാണണം? ഒരുപക്ഷെ എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് അതിന് ഉത്തരം ചോദിക്കാൻ സാധിക്കുമോ? വളരെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായൊരു ചോദ്യമാണിത്. ദൈവത്തെപ്പറ്റി എനിക്കുണ്ടായിരുന്ന സങ്കല്പങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ബോധ്യങ്ങൾ അതെല്ലാം തകർന്ന് തരിപ്പണമാകത്തക്ക രീതിയിൽ ഞാൻ ഈ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ എന്തുകൊണ്ടിത്? വിലാപങ്ങളുടെ പുസ്തകം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, എക്കാഹ്, വൈ ഓ ലോർഡ്, ഇതെന്തുകൊണ്ടാണിത്? എനിക്കങ്ങനെ ചോദിക്കാൻ അവകാശമുണ്ടോ? ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ അവകാശമുണ്ടോ? അങ്ങനെ ഞാൻ ചോദിച്ചാൽ അത് ദൈവത്തോടുള്ള ധിക്കാരമായി തീരുമോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു നിദർശനം, ഒരു പാരഡൈം, അതാണ് വിലാപങ്ങളുടെ പുസ്തകം. ഇനിയും ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദ പാരമ്പര്യം ഇതിന് പ്രത്യേകമായ സ്ഥാനം കൊടുത്തിരുന്നു. യഹൂദർ പഴയ നിയമത്തിലെ പുസ്തകത്തെ 3ആയിട്ടാണ് തിരിക്കുന്നത്: തോറ, നബീം, കെത്തുബീം. തോറ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥി തന്നെയാണ്. നബീം പ്രവാചക ഗ്രന്ഥങ്ങളാണ്. ലിഖിതങ്ങൾ എന്ന് പറയപ്പെടുന്ന ആ ഭാഗത്താണ് കെത്തുബീം ഈ വിലാപങ്ങളുടെ ഗ്രന്ഥത്തെ ചേർത്തിരിക്കുന്നത്. അതും 5 ചുരുളുകൾ എന്ന രീതിയിൽ 5 പുസ്തകങ്ങളെ യഹൂദ പാരമ്പര്യം 5 തിരുനാളുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കുമ്പോൾ ഈ പുസ്തകത്തെ പറ്റിയുള്ള യഹൂദരുടെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണഗതിയിൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് വിലാപങ്ങളുടെ പുസ്തകം കണക്കാക്കുന്നു.
അതുകൊണ്ട് തന്നെ പ്രവാചക ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണഗതിയിൽ വിലാപങ്ങൾ ഗ്രന്ഥം കണക്കാക്കപ്പെടുന്നതെങ്കിലും യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് അത് പ്രവാചക ഗ്രന്ഥങ്ങളുടെ തുടർച്ചയായിട്ടല്ല, അപ്പോൾ പ്രവാചക പുസ്തകങ്ങളുടെ ഭാഗമായിട്ടല്ല, നേരെ മറിച്ച് ലിഖിതങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെത്തുബിം എന്നുള്ള സെക്ഷനിലാണ് അത് പെടുന്നത്. അപ്പോൾ കെത്തുബിം എന്ന സെക്ഷനിൽ പെടുന്നതോടൊപ്പം റബായിമാരുടെ പാരമ്പര്യമനുസരിച്ച് സിനഗോഗിലെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിർബന്ധമായും വായിക്കപ്പെടാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങളെ നിർദ്ദേശിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക തിരുനാളിന് വേണ്ടിയിട്ടാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം അവർ ഉപയോഗിച്ചിരുന്നത്. 5 തിരുനാളുകൾ അല്ലെങ്കിൽ 5 അവസരങ്ങൾ. ഉദാഹരണമായിട്ട് റൂത്തിൻ്റെ പുസ്തകം പന്തക്കുസ്ത തിരുനാൾ വായിച്ചിരുന്നതാണ്. നമ്മൾ ഓർമ്മിക്കണം, പന്തക്കുസ്ത എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിൻ്റെ വരവ് ആദിമസഭയിലുണ്ടായ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതിന് മുമ്പ് തന്നെ യഹൂദ പാരമ്പര്യത്തിൽ പന്തക്കുസ്ത തിരുനാളുണ്ടായിരുന്നു. വിളവെടുപ്പിൻ്റെ തിരുനാളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. റൂത്തിൻ്റെ പുസ്തകം, ബോവാസുമായിട്ടുള്ള റൂത്തിൻ്റെ ബന്ധം, അതെല്ലാം ഒരു വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വയലിൽ കാലാപെറുക്കാൻ പോയ റൂത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ മൂലം വിധവയായിത്തീർന്ന റൂത്തിനെ ബോവാസ് സ്വീകരിക്കുന്നു. അങ്ങനെ ബോവാസിൻ്റെ സന്തതി പരമ്പരയിൽ ദാവീദിൻ്റെ വംശത്തിൽ രക്ഷകൻ, ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വിളവെടുപ്പിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ആ അവസരത്തിൽ റൂത്തിൻ്റെ പുസ്തകം അവർ വായിച്ചുകൊണ്ടിരുന്നത് സിനഗോഗിലെ ആരാധനക്രമത്തിൽ. ഉത്തമഗീതം വായിക്കപ്പെട്ടിരുന്നത് പെസഹ തിരുനാളിലാണ്. കാരണം പെസഹായിലാണ് അത്ഭുതകരമായ രീതിയിൽ ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്തിയതും ദൈവത്തിൻ്റെ പദ്ധതികളോട് വിഘടിച്ചു നിന്ന ഈജിപ്തുകാർക്ക് നാശം വരുത്തിയതും. അപ്പോൾ ദൈവം സ്വന്തമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. തനിക്ക് പ്രിയപ്പെട്ട ജനതയായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ, ഈജിപ്തിൽ നിന്നുള്ള മോചനം. അതുകൊണ്ട് തന്നെയാണ് പെസഹ തിരുനാളിൻ്റെ അവസരത്തിൽ അവർ ഉത്തമഗീതം വായിച്ചുകൊണ്ടിരുന്നത്. സഭാപ്രസംഗകൻ അല്ലെങ്കിൽ കൊഹേലത്ത് എന്ന് പറയുന്ന പുസ്തകം അത് വായിക്കപ്പെട്ടിരുന്നത് കൂടാരത്തിനോടനുബന്ധിച്ചാണ്. ഇസ്രായേൽ ജനം 40 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നതിൻ്റെ ഓർമ്മയാണ് കൂടാര തിരുനാൾ വഴിയായിട്ട് അവർ ആചരിച്ചു പോകുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ സ്ഥിരതയില്ലായ്മ, മനുഷ്യൻ ഒരു യാത്രക്കാരനാണ് എന്നനുസ്മരിപ്പിക്കുന്ന സത്യം, ഈ വക കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കൂടാരത്തിനോടനുബന്ധിച്ച് സഭാപ്രസംഗകൻ എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരുന്നത്. എസ്തേറിൻ്റെ പുസ്തകം അത് പൂരിം എന്ന് പറയുന്ന തിരുനാളിന്, കാരണം അത്ഭുതകരമായ രീതിയിൽ വീണ്ടും ദൈവം ഇസ്രായേൽ ജനതയെ എസ്തേർ എന്ന് പറയുന്ന സ്ത്രീ വഴിയായി സംരക്ഷിച്ചതിൻ്റെ ഓർമ്മ. ഇങ്ങനെ 5ാമത്തെ തിരുനാൾ, അതാണ് അബീബ് മാസം. നമ്മുടെ ക്രമമനുസരിച്ച് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസം വരും. അപ്പോൾ ഒരു ദിവസമുണ്ടായിരുന്നു ഇസ്രായേൽ ജനം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദേവാലയത്തിൻ്റെ നാശത്തെപ്പറ്റി ഓർമ്മിക്കുന്ന ദിവസം. അപ്പോൾ BC 587 നെബൂഖദ്നേസർ രാജാവ് ദേവാലയം നശിപ്പിച്ചതിൻ്റെ ഓർമ്മ. പിന്നീട് ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ AD 70 റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് ഹെറോദോസ് പണികഴിപ്പിച്ചിരുന്ന ദേവാലയം നശിപ്പിച്ചതിൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ദേവാലയം നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ. ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ, ജീവിതത്തിൽ ദൈവം ഇടപെട്ട് ശക്തമായിട്ട് അവർക്ക് താക്കീത് കൊടുത്തതിൻ്റെ ഓർമ്മ. അതാണ് ആ ദിവസം വായിക്കാനുള്ളതായിരുന്നു വിലാപങ്ങൾ. തന്നെയുമല്ല, ആ ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉപവാസത്തിൻ്റെ ദിവസവും കൂടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ വിലാപങ്ങൾ എന്ന പുസ്തകത്തെപ്പറ്റി ഇസ്രായേലിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഇതാണ്: തങ്ങളുടെ ദൈവം തങ്ങളുടെ ചരിത്രത്തിൽ ഇടപെട്ട് തങ്ങളെ ശുദ്ധീകരിച്ച സംഭവം. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും അനുഭവം എന്ന് പറയുന്നത് അത് ശുദ്ധീകരണത്തിൻ്റെ മാർഗമായി ദൈവം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ദൈവം ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയയിൽ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കണം, ഏതെല്ലാം രീതികരിച്ചാൽ പ്രതികരിക്കാം, ഈ സാധ്യതകളെല്ലാം പുസ്തകത്തിലുണ്ട്. പക്ഷേ ആത്യന്തികമായി അബീബ് മാസത്തിൽ അവരുടെ ഒരു പ്രത്യേക ദിവസം ഉപവാസത്തോടുകൂടി തിരുനാൾ അനുഷ്ഠിക്കുമ്പോൾ അന്ന് വായിക്കപ്പെടേണ്ട പുസ്തകമായി വിലാപങ്ങളെ പരിഗണിച്ചതുകൊണ്ട് ഈ വിലാപങ്ങളുടെ ഉള്ളടക്കം തന്നെ സങ്കടത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ദുഃഖദുരിതങ്ങളുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവയെ എങ്ങനെ കാണണം എന്നൊരു ചിന്ത ഇസ്രായേൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ രീതിയിലാണ് വിലാപങ്ങളുടെ ഗ്രന്ഥത്തെ യഹൂദ പാരമ്പര്യം കണ്ടിരുന്നത്. ഇനി വീണ്ടും ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് കടക്കുമ്പോൾ
മുഖ്യമായും വിലാപങ്ങളുടെ ഗ്രന്ഥം വലിയ ആഴ്ചയിൽ, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ചത്തെ ആരാധനാക്രമത്തിലും പ്രാർത്ഥനയിലും ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇവിടെ ഈ വിലാപങ്ങൾ അത് പലപ്പോഴും പരിശുദ്ധ മറിയത്തിൻ്റെ വേദനയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സഭാപിതാക്കന്മാരും വിശുദ്ധാത്മാക്കളുമായുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ രംഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം അതിലൂടെ കടന്നു പോകുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് ഭാവന ചെയ്യുന്നതാണ്, ഈ വഴി കടന്നു പോകുന്നവരെ എൻ്റെ ദുഃഖം പോലെ ഒരു ദുഃഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ വേദനയുടെ ആധിക്യം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റായിട്ട്, അതുപോലെ തന്നെ സഭാപിതാക്കന്മാരും ജ്ഞാനികളുമായ മനുഷ്യർ ഇവിടെ പറയുന്ന ഈ വിലാപങ്ങളും ദുഃഖങ്ങളുമെല്ലാം കർത്താവിൻ്റെ വേദനയുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. അതാണ് നമ്മൾ കാണുന്ന വേറൊരു യാഥാർത്ഥ്യം. ഇനി ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം 5 അധ്യായങ്ങളുള്ള വിലാപങ്ങളുടെ ഗ്രന്ഥം, ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് ചരമ വിലാപഗീതത്തിൻ്റെ രീതിയിലാണ്. അതായത് മരിച്ചുപോയ ഒരു വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ വിധവയായിത്തീർന്ന ഒരു വ്യക്തിയെപ്പറ്റി ആ വ്യക്തിയുടെ വേദനയെ ഓർത്തുകൊണ്ട് മറ്റുള്ളവർ ദുഃഖിക്കുന്നതോ അതുമല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ദൈവത്തോട് ആപരാധി പറയുന്നതുമായ രീതിയിൽ, അതിന് ഖീന എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയാണ് ഈ ചരിത്രകാരൻ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രന്ഥകാരന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഖീന എന്ന് പറയുന്ന ആ രീതി അനുസരിച്ച് അത് വിലാപങ്ങൾക്ക് അനുയോജ്യമായ ഒരു ട്യൂൺ ഉണ്ട് അതിന് പുറകിൽ. തന്നെയുമല്ല, ഇത് ഹീബ്രു ഭാഷയിൽ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ ശോകത്തിൻ്റെ ഒരു ഗതിയിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള കാവ്യം ഇതിൻ്റെ പുറകിലുണ്ട്. മലയാളം പരിഭാഷയിലും ഏതാണ്ട് അതേ രീതി വരത്തക്ക രീതിയിലാണ് നമ്മുടെയൊക്കെ POC ബൈബിളിൽ ചേർത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു ആശയം കിട്ടത്തക്ക രീതിയിൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം കേൾക്കാം. ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്നിതാ വിധവയെ പോലെ ആയിരിക്കുന്നു. നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്ത് കഴിയുന്നു. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ, ജെറൂസലത്തിൻ്റെ, യഹൂദ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഓർത്തുള്ള വിലാപമാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാഹിത്യരൂപം ഖീന എന്ന് പറയുന്ന ഒരു രൂപമാണ് അതിന് സ്വീകരിച്ചിട്ടുള്ളത്. ദുഃഖത്തിൻ്റെ വികാരങ്ങൾ ഇവിടെയുണ്ട്, പാപത്തിൻ്റെ ഏറ്റുപറച്ചിലുണ്ട്, അതുപോലുള്ള ദൈവത്തിലുള്ള പ്രത്യാശയുണ്ട്. ഇതിനു പുറമെ 4 കാര്യങ്ങൾ, 4 ചോദ്യങ്ങൾ ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തെ പറ്റിയുള്ള പശ്ചാത്തലം പഠിച്ചതിന് ശേഷം വേണം ഏത് രീതിയിൽ വേണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളെ സമീപിക്കാൻ എന്നുള്ള ആ വലിയ സത്യത്തിലേക്ക് കടക്കാൻ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ വിലാപങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ രൂപീകരണം, അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ പുസ്തകം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ കാര്യം, ദൈവം തൻ്റെ ജനത്തിനും നഗരത്തിനും എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ജനതയാക്കും, നിനക്കൊരു രാജ്യം നൽകും, നീ മുഖേന നിൻ്റെ സന്തതികൾ മുഖേന ലോകത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഇത്രയും വലിയ വാഗ്ദാനം പറഞ്ഞുകൊണ്ട് അബ്രാഹത്തെ തിരഞ്ഞെടുത്ത ദൈവം ഇതേ വാഗ്ദാനം തന്നെ ഉൽപ്പത്തി പുസ്തകം 23-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് സന്നദ്ധമായി ആ സംഭവത്തിന് ശേഷം വീണ്ടും ദൈവം ഇത് ആവർത്തിക്കുന്നുണ്ട്. തന്നെയുമല്ല, യാക്കോബിനോട് ദൈവം കാര്യം പറയുന്നുണ്ട്. 46-ാമത്തെ അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം 46-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അബ്രാഹത്തോട് ചെയ്ത അതേ വാഗ്ദാനം ദൈവം ആവർത്തിക്കുകയാണ്. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 19-ഉം 20-ഉം അധ്യായങ്ങളിൽ ദൈവം തന്നെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണ്. ഇങ്ങനെ പറഞ്ഞ ദൈവമാണ് ജനത്തിനും നഗരത്തിനും എതിരായിട്ട് തിരിയുന്നത്. ആദ്യത്തെ പ്രശ്നം, ദൈവം മനുഷ്യനെതിരായിട്ട് തിരിയുന്നു. രണ്ടാമത്തെ കാര്യം, തിരഞ്ഞെടുക്കപ്പെട്ട ജനം പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനം പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ദൈവം സ്വന്തമായിട്ട് സ്വീകരിച്ച മനുഷ്യർ, അവരെ ദൈവം തന്നെ പുറന്തള്ളിരിക്കുകയാണ്. ഇതിനെന്താ മറുപടി?
കാരണം സീനായ് ഉടമ്പടിയുടെ ഉള്ളടക്കം ഇതായിരുന്നു: ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും. മൂന്നാമതൊരു കാര്യം ഈ 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സഹനത്തിൻ്റെ വൈയക്തികവും സാമൂഹികവുമായ മാനം ദുഃഖദുരിതങ്ങളെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഈ ദുഃഖദുരിതങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിലും സമൂഹങ്ങളുടെ ജീവിതങ്ങളിലും വരുത്തി വയ്ക്കുന്ന വിനാശങ്ങൾ. 4ാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് സഹനത്തിൻ്റെ കാരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പുസ്തകത്തെപ്പറ്റി, അതിൻ്റെ രൂപീകരണം, എന്തുകൊണ്ടാണ് അത് ജെറമ്യാ പ്രവാചകൻ രചിച്ചതല്ല എന്ന് ചിന്തിക്കാൻ കാരണം, ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ, ഇവയെല്ലാം കണ്ടു. ഇത് പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അനുഭവമായ ദുഃഖങ്ങളുടെ അനുഭവത്തിൽ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, ഈ വലിയ സത്യമാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് വേദന, അത് എങ്ങനെ അഭിമുഖീകരിക്കണം? അടുത്ത ക്ലാസ്സിൽ അതേപ്പറ്റിയുള്ള ചർച്ചയായിരിക്കും നമ്മൾ തുടരുക. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ജനോ